സന്തോഷ് കീഴാറ്റൂർ നടൻ ടെലിഫോൺ ലൈനിലുണ്ട്. സന്തോഷ് കീഴാറ്റൂർ 30 വർഷമായി തിയേറ്റർ രംഗത്ത് സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. വളരെ ആകസ്മികമായ വിടവാങ്ങലാണ്. എങ്ങനെയാണ് പ്രശാന്ത് നാരായണനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? 30 വർഷമായിട്ട് അറിയുന്ന ഒരു ഒരു വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ പ്രശാന്ത് ഏട്ടനായിട്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടതുപോലും ഞാൻ ഓർക്കുകയാണ്. പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ, കൊല്ലം ജില്ലയുടെയാണോ തിരുവനന്തപുരം ജില്ലയുടെ ആണോ എനിക്കറിയില്ല, ഒരു സംസ്കൃത നാടകവുമായിട്ട് അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചിട്ട് വന്നു. അപ്പൊ ആ നാടകം അന്ന് ഞാൻ സ്റ്റേജിൽ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം കുട്ടികളൊക്കെ സംസ്കൃത നാടകം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോഴാണ് പ്രശാന്ത് ഏട്ടൻ ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിയൊരു സമയമാണ്. അന്ന് തൊട്ട് തുടങ്ങി പിന്നീട് വളരെ അത്രയധികം ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു നാടക സംവിധായകനാണ് അദ്ദേഹം. കേവലം ഒരു നാടകൃത്തോ സംവിധായകനോ എന്നതിലപ്പുറം ഒരു സർവ്വവ്യാപിയാണ് കലയിലെ. എഴുത്തുകാരനാണ്, സംവിധായകനാണ്, മാധ്യമപ്രവർത്തകനാണ്, കോളമിസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ കഥകളിയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വലിയൊരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ സർവ്വമേഖലയിലുമായിട്ടുള്ളൊരു അതുല്യ പ്രതിഭ തന്നെയാണ്. പിന്നെ അദ്ദേഹം ചെയ്ത ഒരുപാട് നാടകങ്ങൾ, പ്രത്യേകിച്ചും എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ നാടകമാണ് സ്വപ്നവാസ്വദത്ത എന്ന് പറഞ്ഞൊരു നാടകമൊക്കെ അദ്ദേഹത്തിന്റെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഈ നാടകം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ അതിന്റെ ഒരു നടന്മാരെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിൽ അതിന്റെ നമ്മള് ഈ നാട്യധർമ്മി അധിഷ്ഠിതമായിട്ട് എങ്ങനെയാണ് നാടകം രൂപപ്പെട്ടു വരുന്നതിന്റെ ഒക്കെ ഒരു വലിയ പ്രയോക്താവ് തന്നെയാണ്. പിന്നീട് അദ്ദേഹം ചെയ്ത നമ്മുടെ ലാലേട്ടനെയും മുകേഷ് ഏട്ടനെയൊക്കെ വെച്ചിട്ട് ചെയ്ത ഛായാമുഖി, അതും വളരെ മികച്ച നാടകങ്ങളായിരുന്നു. ഒരു നാടകത്തിൽ മാത്രമേ അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. MT സാറിന്റെ കഥകളെ വെച്ചുകൊണ്ട് ചെയ്ത മഹാസാഗരം എന്ന നാടകത്തിൽ രണ്ടാമൂഴത്തിൽ ഞാനാണ് അഭിനയിച്ചത്. അത് എനിക്ക് വലിയ ഓർമ്മകളാണ്. കാരണം 10ഓളം വേദികളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അദ്ദേഹം തളം എന്ന് പറയുന്ന ഒരു ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു പ്രൊഡക്ഷൻ ഹൗസ് അടക്കം തുടങ്ങി ഒരു നല്ല നിലയിലേക്ക് വരികയായിരുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു സിനിമയിലടക്കം അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രജേഷ് സെന്നിന്റെ ഹൗഡിനി എന്ന് പറയുന്ന സിനിമയിലടക്കം അത് നല്ലൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു മൊത്തം ഒരു പുതിയൊരു തിരിച്ചുവരവൊക്കെ നടത്തുമ്പോഴാണ് ഈ സങ്കടകരമായ വാർത്ത കേൾക്കാൻ ഇടവരുന്നത്. കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മളിപ്പോ നഷ്ടം എന്ന് പറയുകയാണെങ്കിലും നികത്താനാവാത്ത യഥാർത്ഥത്തിൽ വിടവ് തന്നെയാണ്. ഇവരെ പോലുള്ള ഈ ബഹുമുഖ പ്രതിഭകൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് മലയാള നാടകവേദിക്ക് വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗം. പിന്നെ ഇങ്ങനെയൊക്കെ പറയാന്നല്ലാതെ അതിനെ ഉൾക്കൊള്ളുക എന്ന് മാത്രമേ ഇനിയിപ്പോ ഈ ഒരു നിമിഷം പറയാൻ സാധിക്കുകയുള്ളൂ.